നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തേങ്ങ പെറുക്കുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 48 മരിച്ചു. തേങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തക്കത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സ്കൂൾ PTA രംഗത്ത്. വീടിന്റെ ചായ്പിൽ അനധികൃതമായി 3 ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയിരുന്ന മദ്യവസ്കയെ എക്സൈസ് സംഘം പിടികൂടി. വഴിതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ മധ്യവയസ്കനെ ആക്രമിച്ച കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തേങ്ങ പെറുക്കുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 48 മരിച്ചു. കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ രാവിലെ 9:15 നാടിന് നടുക്കിയ അപകടമുണ്ടായത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുവാനായി പോയപ്പോഴായിരുന്നു അപകടം. പറമ്പിലെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടിവീണ് അതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ജൂലിയെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തേങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തക്കത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സ്കൂൾ PTA രംഗത്ത്. സ്കൂളിലെ ബോട്ടണി അധ്യാപകനായ സൈമൺ തെക്കത്ത് സ്കൂളിൽ കൃത്യമായി ഹാജരാകാതെ പ്രിൻസിപ്പാളിന്റെ ഒത്താശയോടെ രജിസ്റ്ററിൽ ഒപ്പിടുകയും പുറത്തുനിന്നുള്ള ഒരാളെ പകരക്കാരനാക്കി ശമ്പളം കൈപ്പറ്റുകയുമാണെന്നും PTA അംഗങ്ങൾ തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുതുതായി ചാർജ് എടുത്ത ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ PTA കമ്മിറ്റിയുമായി കൂടിയാലോചിക്കുന്നില്ലെന്നും തികച്ചും ഏകപക്ഷീയമായ രീതിയിലാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും ഇവർ ആരോപിച്ചു. പ്രിൻസിപ്പാളിന്റെയും അധ്യാപകന്റെയും തെറ്റായ നടപടികൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും PTA ഭാരവാഹികൾ അറിയിച്ചു. PTA പ്രസിഡന്റ് സൗമ്യ രമേശ്, വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ പുളിഞ്ചോട്, MPTA പ്രസിഡന്റ് സുഹറ മൂസ, EP ഗോപൻ, ഉദയൻ തോട്ടപ്പുള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീടിന്റെ ചായ്പിൽ അനധികൃതമായി 3 ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയിരുന്ന മദ്യവസ്കയെ എക്സൈസ് സംഘം പിടികൂടി. പൊന്നൂക്കര പൂനം പുല സ്വദേശിനി കണ്ണാടത്തിൽ ദമയന്തിയെയാണ് തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ഉമർ NR രാജു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വഴിതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ മധ്യവയസ്കനെ ആക്രമിച്ച കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കഴിമ്പ്ര സ്വദേശി മുളങ്ങിൽ വീട്ടിൽ രാജേന്ദ്രന്റെ വീടിന് മുൻവശത്തുള്ള വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിരവധി ക്രിമിനൽ പ്രതിയും വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുമുള്ള വലപ്പാട് കഴിമ്പ്ര സ്വദേശി മുളങ്ങിൽ വീട്ടിൽ 30 വയസ്സുള്ള നിഷിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരാതിക്കാരന്റെ ചേട്ടന്റെ മകനാണ് പ്രതി. ഇരുവരും താമസിക്കുന്നത് ഭാഗം വയ്ക്കാതെ തറവാട്ടുപറമ്പിലാണ്. ഇരുകൂട്ടരും തമ്മിൽ വഴിത്തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയത്. നിഷിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ വധശ്രമം, അടിപിടി, ലഹരിക്കടിമപ്പെട്ട് പൊതുജന ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. 5ാം വാർഡ് മെമ്പർ ആൻഡോ തൊറേനെ അധിക്ഷേപിച്ച് പോസ്റ്റർ ഒട്ടിച്ചതിലും പന്തംകൊളുത്തി പ്രകടനം നടത്തിയതിലും പ്രതിഷേധിച്ച് CPIക്കെതിരെ പെരുങ്ങോട്ടൂർ 4 സെന്ററിൽ നിന്നും ശ്രീ ബോധാനന്ദ വായനശാല ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു രാഷ്ട്രീയ വിശദീകരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോൺഗ്രസ് ജനപ്രതിനിധിയെ ഇകഴ്ത്തി കാണിക്കുന്ന നീച പ്രവൃത്തിയാണിതെന്നും
ഇതിനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ വി കെ പ്രദീപ്, വൈസ് പ്രസിഡന്റുമാരായ വി കെ സുശീലൻ, രാമൻ നമ്പൂതിരി, വാർഡ് മെമ്പർ ആൻഡോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവ്, കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, ഗ്രീന പ്രേമൻ, ഷിബിത സലീഷ്, ലൂയിസ് താണിക്കൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ദിനേശ് വടക്കേടത്ത്, പോൾ പുലിക്കോട്ടിൽ, രേണുക റിജി, സുബൈർ പൈനൂർ, റഷീദ് താനിം എന്നിവർ പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, ഈ താനിം പഞ്ചായത്തിൽ എത്ര വർഷക്കാലമായി ഇവർ ഭരിക്കുകയാണ്. നമ്മുടെ റോഡിൽ ഏകദേശം 60 റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഉണ്ടായി. ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ആൻഡോ തുറയുടെ ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ റോഡിലെ കുഴിയും കുണ്ടും കുഴിയും കാരണം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ടാണ് ആൻഡോ തുറയിൽ പോലും ആക്സിഡന്റ് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു യോഗം നടത്താൻ നിങ്ങൾ ഒരു അവസരം തന്നല്ലോ. നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ ഞാൻ ജയിച്ചു വന്ന സമയത്ത് ആ 2 വർഷം ഇവിടെ പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തായാലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആയാലും 1 രൂപ ഇതിനെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിട്ടില്ല. ഹരിത കേരള മിഷന്റെ വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് കയ്പമംഗലം GLP സ്കൂളിൽ തുടക്കമായി. സ്വന്തം വീട്ടുപറമ്പുകളിൽ മുളച്ചു വന്നിട്ടുള്ള മാവ്, പ്ലാവ്, പേര തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകൾ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന് ചങ്ങാതിമാരുമായി പരസ്പരം കൈമാറുകയും ലഭിച്ച തൈകൾ സ്വന്തം വീടുകളിൽ നട്ടുവളർത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നിർവഹിച്ചു. വാർഡ് മെമ്പർ PMS ആബിദി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, കൃഷി ഓഫീസർ MS സബീന, പ്രധാനാധ്യാപിക റുഗു പി രാമൻ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ KM വിനീത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, PTA പ്രസിഡന്റ് KK സക്കറിയ, MPTA പ്രസിഡന്റ് സാജിദ സുബീർ, SMC ചെയർപേഴ്സൺ സിന്ധു പ്രദീപ്, സീനിയർ അധ്യാപിക ശ്രീജ സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഒരു തൈ നടൽ. അതായത് നമ്മളൊരു മരം മുറിച്ചാൽ പകരം 5 തൈയെങ്കിലും നടണം. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തൈ നട്ട് പരിപാലിക്കണമെന്ന്. ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൈ തരുമ്പോൾ ആ തൈ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ കൊടുത്ത് സ്വന്തമായിട്ട് അത് കുഴിച്ചിട്ട് അത് നട്ടതിന് ശേഷം അതിന് മണ്ണിട്ട് വളർത്തി വലുതാക്കി വെള്ളമൊഴിച്ച് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചെങ്കിൽ മാത്രമേ ആ ചെടിയിൽ കായ്കൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പൂവുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കാലത്ത് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകി ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് ആ തൈയുടെ ചുറ്റും നടന്ന് പരിപാലിച്ച് ആ തൈ എങ്ങനെ വളരുന്നു? വേര് വന്നോ നോക്കരുത്, പറിച്ചു നോക്കരുത്. ഇല വന്നോ, കായ് വന്നോ, എത്ര ഇല വന്നു? ഇന്നൊരു ഇല വന്നിട്ടുണ്ടെങ്കിൽ ആ ഇലയോട് പറയാം, നാളെ ഞാൻ വരുമ്പോൾ ഒരു ഇല കൂടി വരണം എന്ന് പറയണം. എങ്കിലും നാളെ ഒരു ഇല വരുള്ളൂ. കുന്നംകുളം കേച്ചേരിയിൽ ആന ഇടഞ്ഞോടി, ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കേച്ചേരിയിൽ ആന ഇടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള ഗംഗപ്രസാദ് എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹായത്തോടെ SSK കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോ സിസ്റ്റം ഐലാബ് പരിശീലനം തളിക്കുളം BRC ഹാളിൽ സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. BPCC ചിത്രകുമാർ TV പദ്ധതി വിശദീകരണം ചെയ്തു. വലപ്പാട് AEO അമ്പിളി KV മുഖ്യാതിഥിയായിരുന്നു. CRCC സലാഹുദ്ദീൻ BT സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ചേറ്റുവ GMUPS പ്രധാന അധ്യാപകൻ സജീവ് PB, നാട്ടിക GFHSS അധ്യാപിക രശ്മി MK, CRCC അനീഷ K എന്നിവർ RPമാരായി. CRCC ആയ ശില്പ PS നന്ദി രേഖപ്പെടുത്തി. BRC പരിധിയിലെ 8 വിദ്യാലയങ്ങളിൽ നിന്നായി 12 അധ്യാപകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാലന്റഡ് ഡേ റിവായ 2025 വിപുലമായി ആഘോഷിച്ചു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1ാം വർഷ ഡിഗ്രി ക്ലാസുകൾ ആരംഭിച്ചതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ടാലന്റ് ഡേ നടന്നു. റിവായ 2025 എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ കോളേജിലെ വിദ്യാർത്ഥികൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു.
അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അപർണ VA, സജിത NB, ദീപ MT, കൃഷ്ണപ്രിയ, അങ്കിത TS എന്നിവർ ടാലൻസ് ഡേ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അവന്റെ ശല്യമൊക്കെ തീരുമെന്ന് വിചാരിച്ച അതിനുപോലെ അവനങ്ങ് ഷൈൻ ചെയ്തു. കണ്ടശാങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. സെപ്റ്റംബർ 6 കനോലി കനാലിൽ കണ്ടശാങ്കടവ് സൗഹൃദ തീരത്ത് ജലോത്സവം 5 ദിവസ സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ആഗസ്റ്റ് 26 അത്തന്നാളിൽ കൊടിയേറ്റും. ബുധനാഴ്ച വൈകിട്ട് നടന്ന സംഘാടക സമിതി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. വടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, രാകേഷ് കണിയാപ്പറമ്പിൽ, VK കാർത്തികേയൻ, CM നൌഷാദ്, ഷൺമുഖൻ, വർഗീസ്, ചാക്കോ, TI ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. കഴിമ്പ്രം ടാസ്ക് ആൻഡ് ലേഡി ടാസ്ക് വലപ്പാട് VSVM ഗവൺമെന്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ സിദ്ധവൈദ്യ ചികിത്സാ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കഴിമ്പ്രം ടാസ്ക് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത അശോക് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തേങ്ങ പെറുക്കുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 48 മരിച്ചു. തേങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തക്കത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സ്കൂൾ PTA രംഗത്ത്. വീടിന്റെ ചായ്പിൽ അനധികൃതമായി 3 ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയിരുന്ന മദ്യവസ്തയെ എക്സൈസ് സംഘം പിടികൂടി. വഴിതർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ മധ്യവയസ്കനെ ആക്രമിച്ച കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.